പറഞ്ഞത് ഈമാനുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിനെതിരെ ചെയ്തു എന്ന് പറയാൻ, ഹദീസിനെതിരെ ചെയ്തു എന്ന് പറയാൻ, അല്ലാഹുവിനെതിരെ ചെയ്തു എന്ന് പറയാൻ, തെറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കാൻ ഈമാനുള്ള മുഅ്മിനിന് സാധിക്കൂല. എന്തുകൊണ്ട് സാധിക്കൂല? അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഖുർആനിന്റെ പ്രഖ്യാപനം അനിൽ ഹവാ, അവിടുന്ന് തടീച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാറില്ല. ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ, അവിടുന്ന് എന്ത് കാര്യം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ, ഏത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ടോ, ചെയ്യരുത് എന്ന് വിരോധിച്ചിട്ടുണ്ടോ, അടുക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ആലോചിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, കൈയടിക്കല് നല്ലതാണ് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ല ഹലാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവിടുത്തെ വിഷയത്തിലായാലും അല്ലാത്ത വിഷയത്തിലായാലും അവിടുന്ന് ഇടപെട്ട ഒരു കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം പറയുന്നയാളല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചോ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ, അവിടുന്ന് എന്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും വഹീ മുഖേനയാണ്. വഹീ മുഖേനയല്ലാതെ അവിടുന്ന് ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ആലോചിച്ചു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയണം, ഖുൽ നബിയേ അങ്ങ് പറയണം, ഇന്നമാ അന ബശറുൻ. അങ്ങ് ആരാണ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയോ, അങ്ങ് എല്ലാരും പോലെയുള്ള മനുഷ്യനാണ് അവർക്ക് തോന്നിപ്പോകും. ഏതെങ്കിലും പുത്തപ്പാദികൾ പറഞ്ഞ പോലെ ഞാൻ വെറും മനുഷ്യൻ മാത്രമാണ് എന്നല്ല, ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് ത്വരീഖത്ത് പറയാനാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ക്ലിപ്പ് വെക്കൽ ജായിസാണ് അവലെ വിചാരം. എന്ത് കട്ടിട്ടാണെങ്കിലും കളവ് കളവാണ്. അപ്പുറം ഇപ്പുറം കട്ടിട്ട് പുത്തൻവാദികൾക്ക് ചുവട് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുതലിമികളായ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ കട്ട് ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യാൻ? അപ്പുറം ഇപ്പുറം കട്ടുകളയാ. നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് എന്ന് പറയണം. നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് എന്നല്ല. അത് ഞാൻ പറഞ്ഞത് ഈ പുത്തൻവാദികൾ വെച്ച അർത്ഥം പറയും ആ ഭാഗം മാത്രം കേട്ടിട്ട് കണ്ടോ പേരോടിന്റെ മകൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിഭാഗം അതിനായിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. പേരൂതൊന്നും പറയാൻ നമ്മളെ നാവ് കിടക്കാക്കാൻ നമുക്ക് നീയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പറയാൻ ഖുൽ നബിയേ അങ്ങ് പറയണം, ഇന്നമാ അന ബശറുൻ, നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് എന്ന് പറയണം. എന്തിനാ പറഞ്ഞത്? നമ്മളെല്ലാരോടും കാണുമ്പോ ഞാൻ മനുഷ്യനാണ്, നമ്മൾ കാണുന്നവരോടൊക്കെ പറയോ, സ്റ്റേജിൽ വന്നിട്ട് ഞാൻ പറയാം ഞാൻ മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞോ. നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞോ പരിചയപ്പെടുമ്പോ അസ്സലാമു അലൈക്കും തോന്നല്ലേ ഞാൻ മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല. എന്തുകൊണ്ട് പറയൂല? അത് കണ്ടാൽ അറിയാം മനുഷ്യനാണ് എന്നറിയാം, ജീവിതം കൊണ്ടറിയാം, അവരുടെ സ്വഭാവം കൊണ്ടറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അക്റമുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖാണ്, അക്മലുൽ ഖൽഖാണ്. അവിടുത്തെ ജീവിതം കണ്ടിട്ട് ഇത് പ്രവാചകനാണ് എന്നതിൽ നിന്ന് മാറിയിട്ടൊരു വിഭാഗം ദൈവമാണോ ദൈവത്തിന്റെ പുത്രനാണോ അല്ല മലക്കാണോ ജിന്നാണോ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ് ഖുൽ അങ്ങ് പറയൂ നബിയേ ഇന്നമാ അന ബശറുൽ, നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ്. അല്ലാതെ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് എന്നാണോ? അല്ല. അതിന്റെ ശേഷം ആ പറഞ്ഞത് കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും. യൂഹാ ഇലയ്യ, നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടല്ല ഖുർആൻ നിർത്തിയത്, മറിച്ച് യൂഹാ ഇലയ്യ, ഒരിക്കലും നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല, മറിച്ച് നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാൻ മനുഷ്യനാണ്. യൂഹാ ഇലയ്യ, ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിചാരിക്കണ്ട. യൂഹാ ഇലയ്യ, ഇറക്കപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ ആദരവ് ലഭിച്ച പ്രവാചകനാണ് ഞാൻ എന്ന് പറയൂ നബിയേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
എങ്ങനെ മനസ്സിലായി? എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. എങ്ങനെയാ മനസ്സിലായത്? മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താ ഹദീസിലുള്ളത് എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും. പറയൂ നബിയെ, അവരോട് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും. ആരെങ്കിലും എന്റെ കൈ കണ്ടിട്ട് ഞാനും നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് എന്ന് വിചാരിക്കണ്ട. എന്റെ കണ്ണ് കണ്ടിട്ട് നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്, കണ്ണുണ്ടല്ലോ അതുകൊണ്ട് എന്നെ പോലെ തന്നെയാണ് എന്ന് വിചാരിക്കണ്ട. അങ്ങനെ എന്റെ ഒരു സുഹൃത്തിന്റെ തമാശക്ക് ചിലപ്പം പറയാറുണ്ട്, ഞാനും സഖാഫിയാണ്, പേരോട് സാധു സഖാഫിയാണ്, ഞങ്ങൾ എല്ലാവരും സഖാഫിമാരാണ്, ഞങ്ങളൊക്കെ ഒരേ ദർജയിലാണ് എന്ന് തമാശ പറയാറുണ്ട്. ഇതുപോലെ നമ്മളെ പോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യനാണ്, കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ പോലെ തന്നെ കണ്ണുണ്ട്, എന്നെ പോലെ തന്നെ നാവുണ്ട്, അങ്ങനെ പറഞ്ഞ് ചെറുതാക്കാന്ന് വിചാരിക്കണ്ട. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചെറുതാക്കപ്പെടാൻ അർഹതപ്പെട്ടയാളല്ല. നബിയെ അങ്ങ് പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ അന ബശറുൽ. ഏതെങ്കിലും നസ്രാനികൾ അവർ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതവും അത്ഭുതവും കണ്ടപ്പോ ഈസാ നബി അലൈഹി സ്വലാമിനെ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ നബീനാ അലൈഹി സ്വലാമിനെ ആ പ്രവാചകൻ എന്ന തത്വത്തിൽ നിർത്തുന്നതിന് പകരം ദൈവീകത ചുമത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പോലെ അതുപോലെയുള്ള ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നതിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതം കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ അങ്ങ് പറയണം, ഇന്നമാന ബശറുൽ. ഒരിക്കലും ഞാൻ മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല, ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല, ഒരിക്കലും ദൈവപുത്രനല്ല. അങ്ങനെയൊന്നും എന്റെ മേലെ ചാർത്താൻ പറ്റൂല. ഞാൻ നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ മനുഷ്യനാണ്, നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്, ഇത് വിചാരിക്കണ്ട. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെയും അല്ല. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെയും അല്ല എന്നാ പറഞ്ഞത്. അയാളെ പോലെ ആയിരിക്കോ എന്ന് വിചാരിക്കണ്ട. അത്തങ്ങളെ പോലെ ആയിരിക്കോ, ഈ സയ്യിദിനെ പോലെ ആയിരിക്കോ, അമ്മുലിയാരെ പോലെ ആയിരിക്കോ, ഈ ആലിമിനെ പോലെ ആയിരിക്കോ, അപ്പഴക്കാരനെ പോലെ ആയിരിക്കോ, ഏത് വിശേഷണങ്ങൾ പറഞ്ഞാലും ഇൽമിന്റെ വിഷയത്തിൽ ഒരു ആലിമിന്റെ വിശേഷണം പറയുകയാണെങ്കിൽ ഒരിക്കലും അയാളെ ഇൽമിന്റെ മഹത്വം ഉന്നതമാക്കി വെക്കുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ആയിരിക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നീ വിചാരിക്കണ്ട. അതുപോലെ കാഴ്ചയുടെ വിഷയത്തിൽ നീ ഒരാളെ മഹത്വം പറയണോ, അയാൾക്ക് അങ്ങനെ കാഴ്ചയുണ്ട്, ഇങ്ങനെ ഉൾക്കാഴ്ചയുണ്ട്, അങ്ങനെ ബഹുമാനുണ്ട് എന്ന് പറയുമ്പോ അതുപോലെ തന്നെ ആയിരിക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നീ കാഴ്ചയുടെ വിഷയത്തിൽ വിചാരിക്കണ്ട. കേൾവിയുടെ വിഷയത്തിൽ കരുതണ്ട. ഒരു വിഷയത്തിലും ഒരു രൂപത്തിലും ഒരു ഭാവത്തിലും നമ്മൾ ആരെ പോലെയുമാണെന്ന് ധരിക്കേണ്ട. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെയുമല്ല ഞാൻ. അല്ലാഹുവിന്റെ പ്രത്യേകമായ വഴി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അല്ലാഹുവിന്റെ പ്രത്യേകമായ വഴി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ടാ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതിയത്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. മൗലിദ് ഓതരുത് എന്നാ ചില ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഖുർആൻ തന്നെ ഓതാൻ നിർവാഹമില്ല. മൗലിദ് ഓതരുത് ചില ആളുകളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ മൗലിദ് ഓതുമ്പോൾ ഭയങ്കര ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തെന്തിനാ ഇങ്ങനെ പറയുന്നത്? കേൾക്കുമ്പോൾ അലർജിയാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ബഹുമാനം പറയുമ്പോൾ കേൾക്കണ്ടെന്നാ വിചാരിക്കുക. നിങ്ങളൊക്കെ എങ്ങനെ നമ്മളെ വാപ്പനെ പറ്റിയ ഒരാൾ നമ്മളോട് നമ്മളെ വാപ്പനെ പറ്റിയ ഒരാൾ ബഹുമാനം പറയാം, അപ്പൊ എന്താ വിചാരിക്കുക? കേൾക്കണ്ടേ വാപ്പാനെ പറ്റി ഇങ്ങനെ ഒരു ബഹുമാനം എങ്ങനെ വിചാരിക്കുക? അല്ലെങ്കിൽ നമ്മളെ പറ്റി, നമ്മളെ ഉസ്താദുമാരെ പറ്റി, നമ്മളെ ആലിമീങ്ങളെ പറ്റി, നമ്മളെ ഉസ്താദുമാരെ പറ്റി, നമ്മളെ നേതാക്കളെ പറ്റി, അല്ല നമ്മളെ സ്വന്തം ഉമ്മാനെ പറ്റി, വാപ്പനെ പറ്റി, ജേട്ടനെ പറ്റി, അനുജനെ പറ്റി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഒരാൾ ബഹുമാനം പറഞ്ഞാൽ കേൾക്കണമെന്നല്ലാതെ ആരെങ്കിലും ആഗ്രഹിക്കും? ആരെങ്കിലും കരുതുവോ എനിക്ക് ബഹുമാനം കേൾക്കണ്ടെന്ന് വിചാരിക്കണമെങ്കിൽ രണ്ട് കാരണം വേണം. ഒന്നെന്താണ്? ഒന്ന് അങ്ങേയറ്റത്തെ വെറുപ്പ് വേണം. വെറുപ്പുണ്ടായാലല്ലേ കേൾക്കണ്ടെന്ന് വിചാരിക്കുള്ളൂ.
കാണുന്നില്ലേ? ഇഷ്ടപ്പെടാത്ത ആളുകളെ ബഹുമാനം പറയുമ്പോ അയാളെ ബഹുമാനം പറയാണെന്ന് ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾ എണീറ്റ് പോകാൻ അയാളെ ബഹുമാനം കേൾക്കാൻ ഇഷ്ടമില്ല. ഇതേപോലെ തന്നെയാണ് ഈ വിഭാഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് അവർ പറയും, പക്ഷേ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീഹ് കേൾക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ മദീഹ് കേൾക്കുമ്പോൾ അവർക്ക് അലർജിയാണ്. യഹൂദികളുടെ സ്വഭാവമാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം ഇഷ്ടപ്പെടൂല. അവിടുത്തെ മാത്രം കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകൂല.